സംസ്ഥാനത്തെ കനത്ത ചൂട് കൂടുകയാണ്. ഇടുക്കി, വയനാട് ഒഴികെ 12 ജില്ലകളിൽ ചൂട് കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുതെന്നാണ് മുന്നറിയിപ്പ്. നേരിട്ട് വെയിലേൽക്കുന്ന ജോലി ചെയ്യുന്നവർ ജോലി സമയം ക്രമീകരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. സാന്ത്വന സാധ്യതയുണ്ട്. സംഭവം ചൂട് കൂടി. നമ്മുടെ മോർണിംഗ് ഷോ കൂടുതൽ മുന്നറിയിപ്പാണ്. അതെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പുറത്തിറങ്ങി പണിയെടുക്കുന്ന മനുഷ്യരെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മളും പുറത്തിറങ്ങിയപ്പോഴാണ് ഈ സ്ഥാനാർത്ഥികൾ കരീമൊക്കെ പോലെയുള്ള ആളുകൾ എത്രമാത്രം ഈ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയുന്നത്. നല്ല ചൂടാണ്. വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. സാന്ത്വനയുണ്ട്. സാന്ത്വന, ഗുഡ് മോർണിംഗ് സാന്ത്വന. ചൂട് കൂടുകയാണ്. 12 ജില്ലകളിൽ മുന്നറിയിപ്പുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. UV എഫക്റ്റും ഉണ്ട് എന്നാണ്. അൾട്രാവയലറ്റ് രശ്മികൾ എന്താണ് നൽകുന്ന മുന്നറിയിപ്പുകൾ സാന്ത്വന സാജു? ഇനി വരും ദിവസങ്ങളിലും ചൂട് കനക്കുമോ? വേനൽ മഴയുടെ ഒരു സാധ്യത, നേർത്ത സാധ്യത പോലുമില്ലേ സാന്ത്വന? അരുൺ, എന്തായാലും നിലവിൽ വേനൽ മഴയുടെ ആശ്വാസകരമായ സാധ്യതയൊന്നും നിലവിൽ മുന്നിലില്ല എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിലും വലിയ ചൂട് തന്നെയായിരിക്കുമെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മുന്നറിയിപ്പിൽ അറിയുവാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തായാലും 12 ജില്ലകളിലാണ് ഇപ്പോൾ ഈ ചൂടുമായി ബന്ധപ്പെട്ട, താപനിലയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അത് ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിലാണ്. ഈ 12 ജില്ലകളിലും യെല്ലോ അലർട്ട് ആണ് നിലവിൽ നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പാലക്കാട് ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും കാര്യമാണ് എടുത്തു പറയുന്നത്. ഇവിടെ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. മറ്റ് യെല്ലോ അലർട്ടുകൾ നൽകിയിരിക്കുന്ന ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയർന്നിട്ടുണ്ട്. അരുൺ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് അങ്ങനെ വെയിൽ കൊള്ളാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അടക്കം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് സമയം വെയിൽ കൊള്ളുകയാണെങ്കിൽ ഈ ചൂട് മാത്രമല്ല UV ഇൻഡെക്സും വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുകയാണ്. അപ്പം സാധാരണ നമ്മൾ വെയിൽ കൊള്ളുന്നത് പോലെ അല്ല ഈ UV ഇൻഡെക്സ് കൂടുതലുള്ള വെയിൽ കൊള്ളുകയാണെങ്കിൽ നമുക്ക് ദേഹാസ്വാസ്ഥ്യം അടക്കം ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ ഒന്ന് കുടയെടുക്കാൻ മറക്കണ്ട എന്ന് തന്നെയാണ് അരുൺ രാവിലെ എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു സാന്ത്വന. അപ്പൊ സാന്ത്വന നൽകുന്ന മുന്നറിയിപ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരും കേൾക്കുക. 12 ജില്ലകൾ ഒഴികെ എല്ലാ ജില്ലകളിലും 12 ജില്ലകളിലും നല്ല മുന്നറിയിപ്പാണുള്ളത്. UV ഇൻഡെക്സ് കൂടുന്നുണ്ട്. പുറത്തിറങ്ങുന്നവർ നല്ലപോലെ വിയർക്കാൻ സാധ്യതയുണ്ട്. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, ക്രമീകരിക്കുക ജോലി സമയം. അല്ലേ? നന്നായിട്ട് വെള്ളം കുടിക്കാന്നുള്ളതാണല്ലേ? അതെ അതെ. തണുപ്പിക്കാൻ ഒരു പാട്ട് കേൾക്കണം. തണുപ്പിക്കാൻ നമുക്കൊരു പാട്ട് കേൾക്കണം. പാട്ട് നമുക്ക് ഇടവേളയ്ക്ക് ശേഷം കേൾക്കാം. അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാഷ്ട്രീയത്തിൽ ആരാണ് വെള്ളം കുടിക്കുന്നതെന്ന് അറിയാൻ നമുക്ക് അടുത്ത മെയ് മാസം 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. ഒറ്റ കാര്യം കൂടി കരിമയ്ക്കൂടി ചോദിക്കാം. 9-ാം തീയതി തെരഞ്ഞെടുപ്പ്. 4-ാം തീയതി വരെ ഈ ടെൻഷൻ അടിച്ചിരിക്കേണ്ടി വരുമല്ലോ അല്ലേ? അതൊരല്പം കടന്ന കൈയായി പോയി അല്ലേ? പ്രചരണത്തിന് ഇത്ര സമയമില്ല. തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് സമയം. ഇതിപ്പം കരീമൊക്കെ ആദ്യമായിട്ട് നിയമസഭയിൽ മത്സരിക്കുന്നത് ആദ്യമായിട്ടല്ലേ? ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ മറ്റും മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അന്ന് ജയിച്ചോ തോറ്റു? ജയിച്ചു. ഏത് കോളേജായിരുന്നു? ഞാൻ സർ സെയ്ദ് കോളേജ്. സർ സെയ്ദ് കോളേജ് MSFന്റെ. അതെ. ഓക്കെ.